ഞാൻ മജീദാണ്. എനിക്ക് ബോച്ചെ സാറിനോട് ഒറ്റ കാര്യമാണ് പറയാൻ ഉള്ളത്. ജയിലിൽ നിന്ന് റിലീസായി കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ കുട്ടീനെ സഹായിച്ചാൽ നിൽക്കരുത്. ഒരു ഒറ്റ കുട്ടീനെ സഹായിച്ചാൽ നിൽക്കരുത്. നിങ്ങളെ നല്ല മനസ്സിൻ്റെ ഉടമ ആയിട്ട് ജനങ്ങളെ സഹായിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വരാൻ കാരണം. ഒരു ദമാസ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ മേഡത്തിനോട് ഒരു ദമാസ രൂപത്തിൽ ഒരു കാര്യം 4 മാസം മുന്നേ പറഞ്ഞതിനാണ് ഇപ്പോൾ 4 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു അറസ്റ്റിൻ്റെ നാടകം. ഈ മേഡത്തിനെ കൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ് കിട്ടിയിരിക്കുന്നത്? ദമാസ പറയല്ല. ഈ ബോച്ചെ സാർ വെച്ചാൽ കണ്ടമാനം ആൾക്കാരെ സഹായിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ വെച്ചാൽ പരസ്യത്തിൻ്റെ പരസ്യം കിട്ടാൻ വേണ്ടി ആണെങ്കിലും പാവപ്പെട്ട ജനങ്ങളെ ഒരുപാട് സഹായിച്ചിരിക്കുന്നത് ഇദ്ദേഹം. എന്നിട്ട് ചെറിയ കാര്യത്തിനാണ് ഇദ്ദേഹത്തെ വലിയ കൊടും ഒരു കുറ്റവാളിൻ്റെ മാറി പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ പോലീസ് ജീപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് ബോച്ചെ സാറിനോട് ഒറ്റ കാര്യം ഇപ്പോൾ പറയാനുള്ളത്, ജയിലിൽ നിന്ന് റിലീസായി വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടീനെ സഹായിച്ചാൽ പോകരുത്. നിങ്ങൾ ഇങ്ങനെ സഹായിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വരാൻ കാരണം. ആ മേഡത്തിൻ്റെ സിനിമ റിലീസാണ്, ഒരു കുട്ടി അത് പോയി കാണരുത്. എന്നുവെച്ചാൽ നിങ്ങൾ ഓരോ യൂട്യൂബ് ചാനലിൻ്റെ ഇതിൽ കമൻറ്റ് ബോക്സിലൊന്ന് വായിച്ചാൽ മതി, അല്ലെങ്കിൽ വലിയ വാർത്താ ചാനലിൻ്റെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വായിച്ചാൽ മതി. എല്ലാ ആൾക്കാരും ബോച്ചെ സാറിനൊപ്പമാണ്. കാരണം ബോച്ചെ സാറ് അതിൽ ദമാസിൽ എന്തോ ഒരു കാര്യം പറഞ്ഞു. അത് ദമാസിൽ ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പറയാൻ പാടില്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അങ്ങനെ ഒരു ദമാസ പറഞ്ഞതിന് ഇങ്ങനെ ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്ത് കാണ്ട് എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വെച്ചാൽ ആൾക്കാരുടെ ഇടയിൽ കൂടി കൊണ്ടുപോയിക്കാണ്ട് മാനം കെടുത്തിയിട്ട് എന്താണ് അതുകൊണ്ട് കാര്യം? ഈ ബോച്ചെ സാറ് വെച്ചാൽ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വല്ല കള്ളക്കടത്ത് ചെയ്തിട്ടില്ല. ഇതൊരു കേവലം ഒരു ദമാസിൽ എന്നുവെച്ചാൽ ഒരു 4 മാസം മുന്നേ ഒരു ദമാസിൽ ആൾക്കാർ കൂടി അവിടെ ആ ഉദ്ഘാടനത്തിൻ്റെ അവിടെ ഒരു ദമാസിൽ ഒരു ജോഗ് പറഞ്ഞതാണ്. അതിനൊക്കെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇങ്ങനെ വേട്ട ആടണോ? കാരണം ഓരോ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലും തന്നെ ഏതെന്ന് വെച്ചാൽ ഭൂരിപക്ഷം ആളുകളും ഈ ബോച്ചെ സാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഞാൻ തമാശ പറയല്ല. നിങ്ങൾ ഓരോ ചാനലിൻ്റെ ആ കമൻറ്റ് ബോക്സ് ഒന്ന് വായിച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി 14 ദിവസം അദ്ദേഹം റിമാൻഡിലാണ്. എന്നുവെച്ചാൽ ആ ജയിലിൽ എന്തെങ്കിലും വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരക്കിടില്ല. അപ്പോൾ എനിക്ക് ബോച്ചെ സാറിനോട് ലാസ്റ്റ് പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് അദ്ദേഹം കാണുന്നില്ല, എൻ്റേതാണ് ചെറിയ ചാനലാണ്. പക്ഷേ അതവേ കാണുകയെന്ന് വെച്ചാൽ ഒരു കുട്ടിനെ ഇനി ജയിലിൽ നിന്ന് റിലീസായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുട്ടീനെ സഹായിച്ചാൽ നിൽക്കരുത്. നിങ്ങളെ മനസ്സിൻ്റെ അജഭാവം കൊണ്ട് ഓരോ വ്യക്തിനെ സഹായിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാൻ കാരണം. ആ ഉദ്ഘാടനത്തിന് വന്ന ആ മേഡത്തിന് നിങ്ങൾ പൈസ കൊടുത്തുപോലോ, നിങ്ങളെ പൈസയും മേടിച്ചുകാണ്ട് 4 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തുക. ഇതൊക്കെ പറഞ്ഞുകാണ്ട് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകാണ്ട് ഒരു പരിഹരിക്കേണ്ട സംഭവമാണ്. ഇതിപ്പോൾ കേസ് കൊടുത്തുകാണ്ട് നിങ്ങൾ ഇങ്ങനെ ജയിലിൽ കടക്കാൻ കാരണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഒരു കുട്ടീനെ ഞാൻ സഹായിച്ചാൽ നിൽക്കരുത്.